അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രപഞ്ചം, അതിൻ്റെ ഉൽപ്പത്തിയും അതുപോലെ അത് എങ്ങനെ അവസാനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലും പഠിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന വിഷയത്തെ കുറിച്ചാണ്. ആദ്യം ദ ബിഗിനിങ് ഓഫ് ദ യൂണിവേഴ്സ് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് പ്രധാനമായും 3 സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. There are 3 types of theories. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി, 2 ഓസിലേറ്റിംഗ് യൂണിവേഴ്സ് തിയറി, 3 ദ ബിഗ് ബാങ് തിയറി. ആദ്യം സ്റ്റഡി സ്റ്റേറ്റ് തിയറിയെ കുറിച്ച് സംസാരിക്കാം. ഈ തിയറി പറയുന്നത് പ്രപഞ്ചം എന്നും ഒരേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കും, തുടക്കമോ അവസാനമോ ഒന്നുമില്ല എന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി നമ്മോട് പറയുന്നത്. അടുത്തതായി ഓസിലേറ്റിംഗ് യൂണിവേഴ്സ് തിയറി. ഇത് പ്രകാരം പ്രപഞ്ചം വികസിക്കുകയും ചുരുങ്ങുകയും വീണ്ടും വികസിക്കുകയും ചുരുങ്ങുകയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഓസിലേറ്റിംഗ് തിയറി. മൂന്നാമത്തേതാണ് ദ ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് കേൾക്കുമ്പോൾ ബിഗ് ബാങ് എന്ന വാക്കിനർത്ഥം ഒരു പൊട്ടിത്തെറി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പേര് വന്നത് അത് കണ്ടുപിടിച്ച ആളുകൾ ഇട്ട പേരല്ല, അതിനെ വിമർശിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞ ഒരു പേരാണ്. ഇത് എന്ത് പൊട്ടിത്തെറിയൻ വാദമാണ് എന്ന അർത്ഥത്തിൽ. എന്നാൽ എന്താണ് ശരിക്കും ബിഗ് ബാങ് തിയറി? അതെന്ന് വെച്ചാൽ ഒരു ചെറിയ പോയിന്റിൽ നിന്നും പ്രപഞ്ചം വികസിച്ച് വലുതായി കോടാനുകോടി വർഷങ്ങളെടുത്ത് വികസിച്ചു വലുതായി എന്നതാണ് ബിഗ് ബാങ് തിയറി നമ്മോട് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ പലർക്കും പ്രപഞ്ചം എന്നുള്ളത് ഒരു നിശ്ചലാവസ്ഥയാണ്, അതിന് വികാസമൊന്നുമില്ല എന്നായിരുന്നു ചിന്ത. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടെത്തിയതോടെ ഗുരുത്വാകർഷണം എന്നത് ഒരു ബലമല്ല, ഗ്രാവിറ്റി ഈസ് നോട്ട് എ ഫോഴ്സ്, ഗ്രാവിറ്റി ഈസ് എ പുഷ് കോസ്ഡ് ബൈ ദ സ്പേസ് ടൈം എക്സ്പാൻഷൻ ടു മാറ്റർ. എന്ന് വെച്ചാൽ ഗ്രാവിറ്റി സംഭവിക്കുന്നത് പ്രപഞ്ചത്തെ ഒരു ഷീറ്റായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ഭാരമുള്ള ഒരു വസ്തു അഥവാ സൂര്യനെ പോലുള്ള മാസ് കൂടിയ ഒരു വസ്തു ഇടുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഭൂമി. അവ സഞ്ചരിക്കുന്നത് അതിനുള്ള കാരണം ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. സൂര്യനടുത്തുള്ള ഭൂമി സൂര്യന്റെ ഒരു കുഴി മൂലം, പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഒരു കുഴി മൂലം അതിന് ചുറ്റും സഞ്ചരിക്കുന്ന രൂപത്തിലാണ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത്. എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞനാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടെത്തിയത്. ഗാലക്സികൾ തമ്മിലും ക്വാസാറുകളും തമ്മിലും വികസിക്കുന്നതായി കണ്ടെത്തിയ അദ്ദേഹം പ്രപഞ്ചം കൃത്യമായ ഡയമെൻഷനിൽ എല്ലാ വശത്തും കൃത്യമായ രീതിയിലാണ് വികസിക്കുന്നതെന്നും കണ്ടെത്തുകയുണ്ടായി. ഈ ബലൂൺ ഇപ്പോൾ വീർപ്പിച്ച അവസ്ഥയിലാണ്, എന്നാൽ ഇതിന്റെ നിശ്ചലാവസ്ഥയിൽ ഇതിന്റെ പുള്ളികളെല്ലാം ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതിലേക്ക് വായു നൽകുമ്പോൾ ആ പുള്ളികൾ അകലുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ കോസാറുകളും ഗാലക്സികളും ഒക്കെ വികസിക്കുന്നത്. ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഒരു സമൂഹത്തെയാണ് ഗാലക്സികൾ എന്ന് നാം പറയുക. ഇവിടെ നിങ്ങൾക്കൊരു ഖുർആൻ വചനം കാണാം. സൂറത്തു അംബിയയിലെ 30-ാം വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ
كل شيء حي أفلا يؤمنون. വാനലോകങ്ങളും ഭൂമിയിലുമെല്ലാം ഒട്ടിച്ചേർന്ന രൂപത്തിലായിരുന്നുവെന്നും പിന്നീട് നാം അവയെ വിടർത്തിയെടുക്കുകയാണ് ഉണ്ടായതെന്നും സത്യനിഷേധികൾ നിരീക്ഷിക്കുന്നില്ലേ? വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? ഇവിടെ സൂചിപ്പിച്ച ആദ്യമെല്ലാം ഒട്ടിച്ചേർന്ന രൂപത്തിലായിരുന്നുവെന്നും പിന്നീട് അതിനെ വിടർത്തിയെടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഖുർആനിന്റെ സൂചനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായി സംസാരിക്കുന്നത് ദ എൻഡ് ഓഫ് ദ യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തിന്റെ അവസാനം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച്. പ്രപഞ്ചത്തിന്റെ അവസാനത്തെ കുറിച്ചും 3 സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. 1 ബിഗ് ഫ്രീസ്, 2 ബിഗ് റിപ്പ്, 3 ബിഗ് ക്രഞ്ച്. ഇനി എന്താണ് ബിഗ് ഫ്രീസ് എന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ ഊർജം മുഴുവൻ നഷ്ടപ്പെട്ട് പ്രപഞ്ചം നശിച്ചു പോകുന്ന അവസ്ഥയാണ് ബിഗ് ഫ്രീസ് എന്നുള്ളത്. രണ്ടാമത്തേതാണ് ബിഗ് റിപ്പ് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ പ്രപഞ്ചം നിരന്തരമായി വികസിച്ചു കൊണ്ടിരിക്കും, അതിനൊരു അവസാനമില്ലാതെ വികസിച്ചുകൊണ്ട് അതിലെ ഗാലക്സികളും നക്ഷത്രങ്ങളും ഒക്കെ വികസിച്ച് ദൂരേക്ക് പോകും. അങ്ങനെ പ്രപഞ്ചം അവസാനിക്കുന്നതാണ് ബിഗ് റിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ബിഗ് ക്രഞ്ച് അഥവാ പ്രപഞ്ചം ആദ്യമുള്ള ആ സിംഗുലാരിറ്റി എന്ന ഫോമിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. പ്രപഞ്ചം വികസിച്ച് പിന്നെയും അത് ചുരുങ്ങി ആദ്യമുള്ള അവസ്ഥയിലേക്ക് വരുന്നതാണ് ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നത്. ഡെസി എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ശാസ്ത്രം നിരീക്ഷിച്ചപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഇപ്പോഴുള്ള പ്രപഞ്ചത്തിന്റെ ത്വരണം അത് കുറഞ്ഞു വരികയാണ്. അത് മുമ്പേ ഉള്ളതുപോലെ മുമ്പ് വിചാരിച്ചിരുന്നത് അത് ഒരു കോൺസ്റ്റന്റ് ആയ ഒരു ത്വരണമാണ് അതിനുള്ളതെന്നാണ്. എന്നാൽ അതിന്റെ ത്വരണം കുറഞ്ഞു വരുന്നതായി ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മെ അറിയിച്ചു തരുന്നത് പ്രപഞ്ചത്തിന് അവസാനം ഗ്രാവിറ്റി പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞ് അഥവാ അതിന്റെ വികാസത്തിന്റെ വേഗത കുറഞ്ഞ് ഗ്രാവിറ്റി പ്രപഞ്ചത്തിൽ നിറഞ്ഞ് അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. സൂറത്തു അറാഫിലെ 187-ാം വചനം ഒന്ന് ശ്രദ്ധിക്കാം. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു ഫഖുലത് ഫിസ് സമാവാതി വൽ അർദ് لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. ഇവിടെ സൂചിപ്പിച്ച ഫഖുലത്ത് എന്ന പദം ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതായിരിക്കും, പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. ഇവിടെ സൂചിപ്പിച്ച ഈ ഫഖുലത്ത് എന്ന പദം ഇംഗ്ലീഷിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇതിന് ബൈ ഗ്രാവിറ്റി അഥവാ ഭാരിച്ചതായിരിക്കും, ഗുരുത്വാകർഷണ ബലം കൊണ്ട് എന്ന അർത്ഥം നമുക്ക് ലഭിക്കും. അതിനർത്ഥം പ്രപഞ്ചം അവസാനിക്കുന്നതിനെ കുറിച്ച് ഒരു ആയത്താണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിൽ സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൽ മുഴുവൻ ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റി നിറഞ്ഞ് പ്രപഞ്ചം പണ്ടത്തെ അവസ്ഥയിലേക്ക് തന്നെ ചുരുങ്ങി വരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഈ ചിത്രത്തിൽ കാണുന്നതാണ് വേം ഹോൾ അഥവാ പ്രപഞ്ചം ഒരു പുസ്തകം മടക്കുന്നത് പോലെ മടങ്ങുന്ന രൂപമാണ് വേം ഹോൾ എന്ന് പറയുന്നത്. ഇനി വേം ഹോളിനെ സംബന്ധിച്ചും ഖുർആനിൽ സൂചന നൽകുന്നുണ്ട്. സൂറത്തു അംബിയായിലെ 104-ാമത്തെ വചനം ഒരേ സൂറത്തിൽ തന്നെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും പ്രപഞ്ചത്തിന്റെ അവസാനത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അത് സൂറത്തു അംബിയ ആണ്. അതിലെ 104-ാം വചനം يوم نطوي السماء كطي السجل للكتب
كما بدأنا أول خلق نعيد وعدا علينا إنا كنا فاعلين. ഗ്രന്ഥങ്ങളുടെ ഏടുകൾ ചുരുട്ടുന്നത് പോലെ വാനലോകത്തെ നാം ചുരുട്ടിക്കളയുന്ന ദിവസം ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നാം അത് ആവർത്തിക്കുന്നതുമാണ്. നാം ബാധ്യതയേറ്റ വാഗ്ദാനമത്രേ അത്. നാം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ സൂചിപ്പിച്ച ത്വവ എന്ന പദം അതിന്റെ അർത്ഥം ഫോൾ എന്നതാണ്. നഖ്വി എന്നാണെങ്കിൽ ബി വിൽ ഫോൾ, അഥവാ അല്ലാഹു പറയുകയാണ് നാം അതിനെ മടക്കും, അല്ലെങ്കിൽ വാനലോകത്തെ നാം ചുരുട്ടിക്കളയുന്ന ദിവസത്തെ കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആകാശത്തെ ഗ്രന്ഥങ്ങളുടെ ഏടുകൾ ചുരുട്ടുന്നത് പോലെ നാം ചുരുട്ടിക്കളയും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രപഞ്ചത്തിന്റെ അവസാനത്തെ കുറിച്ചും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും, അഥവാ ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന്, ഒരു പോയിന്റിൽ നിന്ന് പ്രപഞ്ചം വികസിച്ചു വന്നതിനെ സംബന്ധിച്ചും ഖുർആനിൽ സൂചിപ്പിച്ചു. പ്രപഞ്ചത്തിന്റെ അവസാനം ബിഗ് ക്രഞ്ച് എന്നതിനെ കുറിച്ചും ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.